പിന്നെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, മുസ്ലിം ലീഗ് ഒരു വഴിക്കും ഇത് വേറൊരു വഴിക്കും ആക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യമില്ല. ഞങ്ങൾ ആരും അതിന് സമ്മതിച്ചു കൊടുക്കില്ല, അതൊരിക്കലും നടക്കൂല. അങ്ങനെ സംഭവം ഉണ്ടാവില്ല, പേടിക്കണേ. നമ്മൾ കെട്ടുറപ്പോടെന്നാൽ ഒന്നും സംഭവിക്കാൻ കണ്ടില്ല. വർഗീയ പ്രചരണം നടത്താൻ വരെ പാലക്കാട് ശ്രമിച്ചു, വർഗീയത പ്രചരിപ്പിക്കാൻ, പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് വൃത്തികേട് ചെയ്യാൻ. ഞങ്ങളൊക്കെ അതിനെതിരെ ശക്തമായി പ്രതികരിച്ചതാണ്. കൂട്ടത്തിൽ ഞാൻ നിങ്ങളൊരു കാര്യം പറയട്ടെ, ഇപ്പൊ സമസ്ത മുസ്ലിം ലീഗ് തമ്മിൽ അസ്വാരസ്യം ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ആരും അതിന് കക്ഷി ചേരണ്ട. അത് തീർക്കാൻ മാത്രം യോഗ്യരായ നേതാക്കൾ സമസ്തക്കുമുണ്ട്, മുസ്ലിം ലീഗിനുമുണ്ട്. അതിനിടയ്ക്ക് ഒന്നും ചെയ്യാതിരുന്നവർ. പിന്നെ ഒരു കാര്യം ഞാൻ തീർത്ത് പറയാം, മുസ്ലിം ലീഗ് ഒരു വഴിക്കും ഇത് വേറൊരു വഴിക്കും ആക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കുന്ന കാര്യമില്ല. ഞങ്ങൾ ആരും അതിന് സമ്മതിച്ചു കൊടുക്കില്ല, അതൊരിക്കലും നടക്കൂല. അങ്ങനെ സംഭവം ഉണ്ടാവില്ല, പേടിക്കണേ. അത് ആരതിന് ശ്രമിച്ചാലും ശരി, അത് തടയേണ്ട രീതിയിൽ തടയും. നമ്മൾക്കിതിനെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 36 കൊല്ലായി. അങ്ങനെ നേരിട്ട് കയറാൻ നടക്കാൻ പറ്റില്ല. പക്ഷെ ഒരു സമാധാന ശാന്തിയൊക്കെ നമുക്കുണ്ടാവും. കാരണം നമ്മൾ പേപ്പറിന്റെ ജീപ്പൊലി പേടിക്കുന്ന ആൾക്കാരാണ്. എന്തും പറയേണ്ട ആൾക്കാർ എവിടെയും കയറി എന്തും പറയാം. അതിനെക്കുറിച്ച് ഞാനൊന്നും ഇപ്പൊ പറയുന്നില്ല. കാരണം നമ്മൾ വാക്കിൽ കയറാൻ പാടില്ല, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരു മസലത്ത് തകരാനും പാടില്ല. അപ്പൊ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു പൊട്ടൽ, അല്ലെങ്കിൽ നമുക്കൊന്നും ഇപ്പൊ മീഡിയകളോട് പറയാനോ സ്റ്റേജിൽ കയറി പ്രസംഗിക്കാനോ കഴിയാത്തൊന്നുള്ളതല്ല. പക്ഷെ ഒരു ക്ഷമ, ഒരു സമാധാനം എല്ലാ കാര്യത്തിലും നമ്മൾ പുലർത്തണം. ഈ സമുദായത്തിന്റെ ഐക്യം വളരെ പ്രധാനമാണ്. ഒറ്റക്കെട്ടായി സമൂഹം നീക്കുമ്പോ അപ്പൊ കണ്ടില്ല പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ എന്താ പറയുന്നത്? ഒറ്റക്കെട്ടായി സമൂഹം നീക്കുമ്പോ അപ്പൊ കണ്ടില്ല പാലക്കാട് കോൺഗ്രസ് നേതാക്കൾ എന്താ പറയുന്നത്? അവര് പ്രവർത്തിക്കുന്നത് കണ്ടാൽ മത്സരിക്കുന്നത് കോൺഗ്രസ് എന്നാണ് തോന്നിപ്പോകുന്ന. അത് ആത്മാർത്ഥതയുടെ ഒരു അവസ്ഥയാണ്. അന്യ പാർട്ടിയിൽ നിന്ന് കിട്ടുന്ന ഒരു ക്രെഡിബിലിറ്റിയാണ്. എന്താ മുസ്ലിം ലീഗിന്റെ നേതാക്കാൻ കാരണം ശത്രുക്കള്? ഒന്നുമല്ല, നമ്മുടെ കയ്യിൽ സത്യമുണ്ട്. നമ്മുടെ കയ്യിൽ സത്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരെ വർഗീയതക്കെതിരാണ് മുസ്ലിം ലീഗ്. ഒരിക്കലും വർഗീയതയെ മുസ്ലിം ലീഗ് പ്രോത്സാഹിപ്പിക്കില്ല. ആ മുസ്ലിങ്ങളെ നമ്മൾ ചേർത്ത് പിടിക്കും. കേരളത്തിൽ ഇത്രയൊക്കെ മതസ്ഥാപനങ്ങളും മതപണ്ഡിതന്മാരും മതപാഠശാലകളും മതപ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ഒരു വർഗീയത കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. എന്തുകൊണ്ട് കേരളത്തിൽ വർഗീയത ഉണ്ടായില്ല? അതിൽ വലിയ പങ്കുവയ്ക്കുന്ന ഒരു കുടുംബമാണ് പാണക്കാട് സയ്യിദ് കുടുംബം. കേരളത്തിലെ എല്ലാ മതവിഭാഗങ്ങളും ഈ സദസ്സിൽ വിവിധ മതസംഘടനയുടെ ആൾക്കാരുണ്ടാവും. ഞാനൊരു മതസംഘടനയുടെ പ്രവർത്തനമാണ്, അതല്ലാത്ത മതസംഘടന പ്രവർത്തനം ധാരാളം. എല്ലാവരും പാണക്കാട് തങ്ങളെ ഒരു പൊതുനേതാവായി അംഗീകരിക്കും. അത് കേരളത്തിന്റെ ഒരു അന്തസ്സാണ്. അമുസ്ലിങ്ങൾ പോലും അദ്ദേഹത്തെ അംഗീകരിക്കും. അതൊരു അദ്ദേഹത്തിന്റെ ആ കുടുംബത്തിന്റെ ഒരു പാരമ്പര്യമാണ്. അതൊരു വല്ലാത്ത സംഭവമല്ലേ? അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ്. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അങ്ങനെയാണ്, ആ കുടുംബം അങ്ങനെയാണ്. ഇപ്പൊ മുനമ്പം വിഷയം കത്തി നിൽക്കുമ്പോ ഫാദേഴ്സിനെ ചെന്ന് കണ്ടിട്ട് ആ പ്രശ്നം പരിഹരിക്കാനും അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ആക്കി തീർക്കാനും വേണ്ടി പാതിരിമാരെ കാണാൻ വേണ്ടി പോയി. ചിലര് പറഞ്ഞു, എന്തിനാ അരമനയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്നത്? ചില സന്ദർഭങ്ങളിൽ അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ ഒരു പ്രദേശത്ത് ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നത്തിന് പരിഹാരം തേടി നിൽക്കുമ്പോൾ ആ സമുദായത്തെ വെച്ച് വർഗീയത കളിക്കുമ്പോൾ അത് ഇല്ലാതാക്കാൻ പോകേണ്ടി വരും. സ്വാഭാവികല്ലേ? അദ്ദേഹത്തിന്റെ ബഹുമാന്യനായ സഹോദരൻ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ അങ്ങാടിപ്പുറത്ത് ക്ഷേത്രത്തിന്റെ വാതിൽ കത്തിയപ്പോ ഓടിച്ചെന്നല്ലോ അവിടെ. അങ്ങനെ ക്ഷേത്രത്തിന്റെ വാതിൽ കത്തിയതിന് ഓടിച്ചെല്ലുന്നത് ആ സമുദായത്തിന്റെ ആരാധനാലയത്തിന്റെ വാതിൽ കത്തുമ്പോ ആര് കത്തിച്ചു എന്നുള്ള ചർച്ച വരും. അത് പല സ്ഥലത്തേക്കും നീളും. തങ്ങൾ അവിടെ ചെന്നുകൊണ്ട് അങ്ങനെ ഒരു തീയും പുകയും ഇല്ലാതിരിക്കാൻ അന്തസ്സുള്ളൊരു പണി നടത്തിയില്ലേ? അതാണ് മതേതരത്വം.